ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ, അതുപോലെ തന്നെ നോർമൽ സ്കിൻ, എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു അടിപൊളി സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്കാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വെയിലേറ്റിട്ടുള്ള കരിവാളിപ്പുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും, സ്കിൻ ഡള്ളായി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് റിപ്പയർ ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ഫ്രഷ്നെസ് ഉള്ള സ്കിൻ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാസ്കാണ്. അതുപോലെ തന്നെ ഈ ഒരു മാസ്കിൽ നമ്മൾ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, വളരെ എളുപ്പത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് വളരെ വളരെ ഈസിയാണ്. സോ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്താലാണ് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് നമ്മുടെ സ്കിന്നിന് കിട്ടുന്നത്, നമ്മുടെ പാടുകൾ അതുപോലെ തന്നെ ഡൾനെസ് ഇതൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് വൈബ്രൻ്റ് ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള സ്കിൻ എങ്ങനെ കിട്ടുമെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനും കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം ഇതുവരെയും ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി ഞാനിവിടെ പാക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ, നല്ല രീതിയിൽ സ്കിൻ ബ്രൈറ്റനപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ഞാൻ അങ്ങ് പറഞ്ഞു പോവാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മുൾട്ടാണി മിട്ടിയാണ്. ഇതെന്തിനാണ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ 1.5 സ്പൂണോളം ഞാൻ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ മെയിനായിട്ടുള്ള പർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കിന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യും. സ്കിന്നിനകത്ത് പോർസ് ഉണ്ടെങ്കിൽ അതിലൊക്കെ ഡീപ്പായിട്ട് പോയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് സഹായിക്കും. ഒരു ക്ലേ ഫോമിലാണ് മുൾട്ടാണി മിട്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ആഴത്തിലിറങ്ങി നമ്മുടെ സ്കിന്നിനെ ക്ലെൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് ആ ഡെഡ് സെൽസ് ഒക്കെ മാറിയിട്ട് ഒരു ഇൻസ്റ്റൻറ്റ് ഫ്രഷ്നെസ്സും വൈബ്രൻ്റ് ആയിട്ടുള്ള സ്കിന്നും തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അലോവേര ജെല്ലാണ്. ഇത് സ്കിന്നിനെ ക്ലെൻസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് സൺബേൺസ്, സൺ ടാൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനത്തെ പ്രോബ്ലംസ് ആയിട്ട് ഡള്ളായി പോയ സ്കിന്നാണെങ്കിൽ അതിനെ ഒന്ന് സൂത്തൻ ചെയ്യാനും റെജുവിനേറ്റ് ചെയ്യാനും സഹായിക്കും. സോ നമുക്ക് അലോവേര ജെല്ല് യൂസ് ചെയ്യണം. ആദ്യം തന്നെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്ന അലോവേര ജെല്ല് പുറത്തുനിന്ന് വാങ്ങിയതാണ്. നിങ്ങൾക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ കിട്ടുന്ന അലോവേര ജെല്ലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പുറത്തുനിന്ന് വാങ്ങുന്നതും ചേർത്ത് കൊടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു അലോവേര ജെല്ല് യൂസ് ചെയ്യുമ്പം നമ്മുടെ സ്കിന്നിനെ സൂത്തൻ ചെയ്യാനും ഒന്ന് ഹീൽ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സ്കിൻ ഫ്രണ്ട്ലിയാണ് ഈ ഒരു പാക്ക്. സ്കിൻ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ബ്രേക്ക് ഔട്ട്സ്, പിമ്പിൾസ്, ആക്റ്റീവായിട്ടുള്ള ആക്നിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ട. ഏതൊരു പാക്കും ആ സമയത്ത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഒരെണ്ണമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഏരിയ വിട്ടിട്ട് അവിടെ ഒന്നും ഹേർട്ട് ആവാത്ത രീതിയിൽ ചെയ്യാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ സ്കിന്നിൽ മുഖക്കുരു ഉണ്ടെങ്കിൽ അത് ആദ്യം ട്രീറ്റ് ചെയ്ത് അതൊന്ന് കൺട്രോൾ ചെയ്തിട്ട് വേണം സ്കിൻ ബ്രൈറ്റനിങ്ങിനും പാടുകൾ മാറാനായിട്ടും ഉള്ള ഒരു പാക്കൊക്കെ യൂസ് ചെയ്ത് തുടങ്ങാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ മെസ്സായിക്കൊണ്ടേ ഇരിക്കും. അതുകൊണ്ടാണ്. ഇനി അടുത്തതായിട്ട് നമുക്കിത് മിക്സ് ആക്കാനായിട്ട് ഞാൻ പാലാണ് ചേർത്ത് കൊടുത്തത്. പാല് യൂസ് ചെയ്യാനായിട്ട് താല്പര്യം ഇല്ലാത്തവർക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ബ്രൈറ്റ്നസ് തന്നെ തരും. സോ പാല് അല്ലെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാം. ഇപ്പം ഓയിലി സ്കിന്നാണ്, പാലൊന്നും സെറ്റാവാത്ത സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് പാലിന് പകരമായിട്ട് റോസ് വാട്ടർ യൂസ് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈര് യൂസ് ചെയ്യാം. തൈര് സെറ്റാവുന്നവരാണെങ്കിൽ അത് യൂസ് ചെയ്യാം. പാല് യൂസ് ചെയ്യുമ്പം ചിലർക്കെങ്കിലും ഒരു ഓയിലിനെസ് ഫീൽ ആവാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പാല് യൂസ് ചെയ്യേണ്ട, അത് സ്കിപ്പ് ചെയ്തിട്ട് പക്ഷേ നിങ്ങൾ റോസ് വാട്ടറോ തൈരോ ചേർത്ത് കൊടുക്കണം. ഇതിലേതാണോ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് തോന്നുന്നത് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മുൾട്ടാണി മിട്ടിയുള്ള പാക്ക് നന്നായിട്ട് മിക്സ് ആക്കണം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് കുറച്ച് കൂടുതൽ വാട്ടർ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കേണ്ടി, ലിക്വിഡായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടി വരും. കാര്യം മുൾട്ടാണി മിട്ടി കുറച്ചധികം വെള്ളം കുടിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം വെള്ളം അല്ലെങ്കിൽ റോസ് വാട്ടർ അല്ലെങ്കിൽ പാല് ചേർത്താലേ ഇത് നല്ലൊരു പാക്കായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് മിക്സ് ആക്കുക. ഇത് കണ്ടോ, ഇപ്പോൾ ഇതിങ്ങനെ ബോൾ പോലെയാണ് ആകുന്നത്. കാര്യം നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കും. ഞാൻ നേരത്തെ അപ്ലൈ ചെയ്തപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും സമയം കഴിയുന്തോറും ഈ മുൾട്ടാണി മിട്ടി നന്നായിട്ട് വെള്ളം വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളിത് കുറച്ചും കൂടെ പാൽ ആഡ് ചെയ്ത് കൊടുത്ത് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്താണോ മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് അത് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ജസ്റ്റ് കുറച്ച് നേരം എടുക്കുള്ളൂ.
ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ്. ജസ്റ്റ് പ്രിപ്പയർ ചെയ്യുക, അപ്ലൈ ചെയ്ത് കൊടുക്കുക, വാഷ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ സ്റ്റെപ്സ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ബേസ് ഇൻഗ്രീഡിയൻറ്റ് ഇത് തന്നെ എടുക്കുക. പാല് അല്ലെങ്കിൽ റോസ് വാട്ടർ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് മാറ്റി യൂസ് ചെയ്യുക. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് അലർജിറ്റിക് ആണ്, അലോവേര ജെല്ലോ പാലോ എന്തെങ്കിലും നിങ്ങൾക്ക് അലർജിറ്റിക് ആണെന്നുണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യുന്ന വേറൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുക. പകരമായിട്ട് നമുക്ക് തക്കാളിയുടെ നീര്, തേനൊക്കെ നമുക്ക് പകരമായിട്ട് യൂസ് ചെയ്യാം. 3 ഇൻഗ്രീഡിയൻസിനും പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. മുൾട്ടാണി മിട്ടി നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്തേക്കണം. കാര്യം മുൾട്ടാണി മിട്ടിയാണ് നമ്മുടെ ബേസായിട്ട് വരുന്നത്. സ്കിന്നിനെ ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യാനൊക്കെ തന്നെ മുൾട്ടാണി മിട്ടി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ ഇത് ബേസിക്കലി ഒരു മുൾട്ടാണി മിട്ടി വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. ഇനി മുൾട്ടാണി മിട്ടി നിങ്ങൾക്ക് എവിടെയാണ് കിട്ടത്തില്ല എന്ന് എവിടെയെങ്കിലും കിട്ടുമോ എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ പല കമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്, ഇത് എവിടെയാണ് കിട്ടുന്നത്, എങ്ങനെയാണ് വാങ്ങുന്നതെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്കിത് മെഡിക്കൽ ഷോപ്പിലൊക്കെ ചോദിച്ചാൽ കിട്ടും, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചോദിച്ചാൽ കിട്ടും. അവിടെ ഇങ്ങനെ കാണും. സോ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. മെഡിക്കൽ ഷോപ്പിൽ എന്തായാലും ഉണ്ടാവും എന്ന് ചോദിച്ചു നോക്കുക. കസ്തൂരി മഞ്ഞളും മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മെഡിക്കൽ ഷോപ്പിൽ കിട്ടും. അല്ലെങ്കിൽ ആയുർവേദ മെഡിക്കൽ ഷോപ്പ് ഉണ്ടല്ലോ, അവിടെയും കിട്ടാൻ സാധ്യതയുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. എന്നിട്ട് മുഖം നന്നായി ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം. മേക്കപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ട് സ്കിന്നിലുള്ള മേക്കപ്പ് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യുക. ഫൗണ്ടേഷൻ, പൗഡർ ഇതൊന്നും ആവശ്യമില്ല. പിന്നെ പൊടി പറ്റിയിട്ടുണ്ടെങ്കിൽ അതും നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിലോട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കിൻ ഒരുപാട് ഡ്രൈ ആയിരിക്കരുത്. ചെറുതായിട്ട് നമ്മൾ മുഖം ഒന്ന് കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് തുടച്ചതിന് ശേഷം ഈ പാക്ക് അപ്പം തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓൾറെഡി പാക്ക് പ്രിപ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഫേസൊക്കെ വാഷ് ചെയ്യാനായിട്ട്. കാര്യം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിന്ന് ഡ്രൈ ആയി പോകും. ഡ്രൈ സ്കിന്നിലോട്ട് പാക്ക് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നന്നായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് കുറച്ച് വെറ്റായിട്ടുള്ള സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ്. ഇത് നിങ്ങൾ കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പം കാണിക്കുന്നത് വീഡിയോയിലായതുകൊണ്ടാണ് കഴുത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യുമ്പോഴാണെങ്കിൽ ടീഷർട്ടൊക്കെ ഇട്ടിട്ട്, പഴയ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആഴ്ചയിൽ ഒരു 2-3 ദിവസം ചെയ്ത് കൊടുത്താൽ മതി. മാക്സിമം 3 ദിവസം. ഈ 3 ദിവസം ആഴ്ചയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിലുണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആവും. സ്കിന്നിലുള്ള എക്സ്ട്രാ ഓയിലിനെസ് ഇതൊക്കെ മാറിയിട്ട് പെട്ടെന്നൊരു ബ്രൈറ്റ്നസ്, പെട്ടെന്നൊരു ഗ്ലോ ഒക്കെ വന്നതുപോലെ തോന്നും. നിങ്ങൾ ക്ലാസ്സിലും കോളേജിലും ഒക്കെ പോകുമ്പോൾ എല്ലാവരും ചോദിക്കും നിങ്ങളോട്, എന്ത് പറ്റി, പുതിയതായിട്ട് എന്തെങ്കിലും മുഖത്തിട്ടോ, അങ്ങനെയൊക്കെ ചോദിക്കും. അത്രയും റിസൾട്ട് തരും. അങ്ങനത്തെ ഒരു ഫേസ് പാക്കാണ്. പിന്നെ നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിന് മുന്നേ ആയിട്ട് തലേദിവസം അപ്ലൈ ചെയ്യാം. രാവിലെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പിന്നെ പാല് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് രാവിലെ യൂസ് ചെയ്യുന്നതിനേക്കാളും രാത്രി യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. ഇനി പകൽ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റോസ് വാട്ടർ വെച്ചിട്ട് ഈ ഒരു സെയിം പാക്ക് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് യൂസ് ചെയ്യുക. ഭയങ്കര അഫോർഡബിൾ ആണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വാങ്ങേണ്ടി വരുന്നത് മുൾട്ടാണി മിട്ടിയും അതുപോലെ അലോവേര ജെല്ലായിരിക്കും. അത് നിങ്ങൾക്ക് കറ്റാർ വാഴയൊക്കെ എല്ലാവരുടെ വീട്ടിലും ഒരുവിധം കാണുന്നതാണ്. ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. മുൾട്ടാണി മിട്ടി മാത്രമേ നിങ്ങൾക്ക് വാങ്ങേണ്ടി വരുള്ളൂ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. എന്നിട്ട് നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ, അല്ലെങ്കിൽ നമ്മൾ നാച്ചുറലായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരു DIY മോയ്സ്ചറൈസർ ഉണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ചെക്ക് ചെയ്ത് നോക്കുക. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്കത് ആ വീഡിയോ കണ്ടു നോക്കാം. പിന്നെ അതോടൊപ്പം തന്നെ ഈ ഒരു ഡോട്ട് ആൻഡ് കീയുടെ ഫേസ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് നന്നായിട്ട് സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്യാനും, ഡ്രൈ സ്കിൻ ആണ്, ഡാമേജ്ഡ് സ്കിൻ ആണെങ്കിൽ റെജുവിനേറ്റ് ചെയ്യാനും റിപ്പയർ ചെയ്യാനും സഹായിക്കുന്നതാണ്. സോ ഞാൻ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് എല്ലാ ലിങ്കും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. തീർച്ചയായിട്ടും ഞാൻ അതിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണെങ്കിൽ വീണ്ടും ഞാൻ അത് കമൻറ്റ് ബോക്സിൽ പറയില്ല. നിങ്ങൾ ഒന്നും കൂടെ ഈ വീഡിയോ കേട്ട് നോക്കുക. അപ്പോഴേക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇൻഫർമേഷൻ കിട്ടും. സോ ഇത്രയാണ് ഈ വീഡിയോനെ കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു പാക്കിനെ പറ്റി സൂപ്പർ റിസൾട്ട് കിട്ടും കേട്ടോ. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങളുടെ സ്കിൻ കൺസേൺ എന്താണെന്നൊന്ന് നോക്കി നോക്കുക. 15 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാം. ഇപ്പോൾ ചുട്ടിലാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല. സോ നിങ്ങൾക്ക് ഈ വീഡിയോനെ പറ്റി എന്താണ് അഭിപ്രായം? പുതിയ വീഡിയോസിൻ്റെ റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. വരുന്ന വീഡിയോസിൽ ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്യും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ, ബൈ ബൈ, ലവ് യു ഓൾ.